ദൈവസ്നേഹത്തിൽ വസിക്കണം. എൻ്റെ സ്നേഹത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവ് ദൈവമാണ്, യേശു ദൈവമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവമാണ്, പിതാവ് ദൈവമാണ്. പക്ഷേ യേശു പറയും എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. നമ്മളോട് പറയുന്നത് എന്താ? എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. എൻ്റെ സ്നേഹം എന്താണ് യേശുവിൻ്റെ സ്നേഹം? ഹല്ലേലൂയ. തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം മറ്റാർക്കുമില്ല എന്ന് പറഞ്ഞാൽ, സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം മറ്റാർക്കുമില്ല എന്ന് പറഞ്ഞാൽ, സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ കർത്താവ് സ്നേഹിച്ചു, നമ്മളെയൊക്കെ കർത്താവ് സ്നേഹിതന്മാരായി കണ്ടു. അപ്പോൾ നമ്മളെല്ലാവരും കർത്താവിൻ്റെ സ്നേഹിതന്മാരാ. അപ്പോൾ നമ്മളെ എല്ലാം കർത്താവ് സ്നേഹിച്ചു, സ്നേഹിതന്മാരായി കണ്ടിട്ട് ആ സ്നേഹിതന്മാർക്ക് വേണ്ടി കർത്താവ് നൽകി തന്നതാ തൻ്റെ ജീവൻ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് സ്നേഹിതരായ നമുക്ക് വേണ്ടി നൽകി തന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവനെ നൽകി സ്നേഹിച്ചു. തൻ്റെ ജീവനെ നൽകി സ്നേഹിച്ചു. എന്തിനാ? യേശുവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ വീണ്ടെടുക്കുക, നമ്മളെ രക്ഷിക്കുക, നമ്മളെ നിത്യതയ്ക്കാംക്ഷിയാക്കുക എന്നുള്ള ദൈവികമായ പദ്ധതി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ ഹല്ലേലൂയ പ്രദർശിപ്പിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ നിത്യമായ സ്നേഹത്തിൻ്റെ പ്രദർശനമാ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി തന്ന് നമ്മളെ സ്നേഹിച്ചത്. അപ്പോൾ ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ നമ്മുടെ സ്നേഹിതന്മാരെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ മനുഷ്യരായി നമുക്ക് മുൻപിലുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതാണ് ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, യേശുവിനെ ഒറ്റുകൊടുക്കുന്ന യൂദാസ്, യേശുവിൻ്റെ ഒപ്പം നടക്കി, യേശുവിൻ്റെ ഒപ്പം ഇരിക്കുക, യേശുവിൻ്റെ ഒപ്പം നടന്ന് ഭക്ഷണമൊക്കെ യേശു കൊടുത്തതെല്ലാം വാങ്ങി ഭക്ഷിക്കുകയൊക്കെ ചെയ്തവനാ. സ്തോത്രം. യൂദാസ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യേശുവിൻ്റെ മനസ്സിൽ പ്രൈസ് ദി ലോർഡ് ഈ യൂദാസിനെ കുറിച്ച് ഹല്ലേലൂയ, യേശുവിന് അറിയാം ഇവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. യേശുവിന് അറിയാം യൂദാസ് എന്നെ ഒറ്റിക്കൊടുക്കുക അവസാന നിമിഷത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഇവനാണ് എന്നെ കാട്ടിക്കൊടുക്കുന്ന വിരുദ്ധൻ എന്ന് യേശുവിന് അറിയാം. എന്നിട്ട് യേശു യൂദാസിനെ സ്നേഹിച്ചു. യൂദാസിനെ സ്നേഹിച്ചു. അതല്ലേ കൂടെ കൊണ്ട് നടന്നത്, അതല്ലേ കൂടെ കൊണ്ട് നടന്ന എല്ലാ സമയങ്ങളിലും. ഹല്ലേലൂയ, കൂടെ കൊണ്ട് നടക്കി അവനെ ഹല്ലേലൂയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പുറന്തള്ളാതെ അവനെ ഉൾക്കൊണ്ടുകൊണ്ട് നടന്നു. സ്തോത്രം. നമ്മളാണ് എന്ത് ചെയ്യും? നമ്മുടെ കൂടെ നമ്മളെ കാലുവാരുന്ന അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന, നമ്മളെക്കുറിച്ച് പിറുപിറുക്കുന്ന, നമ്മളെക്കുറിച്ച് ദൂഷിക്കുന്ന, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ചൊരു റിമാർക്ക് കയറി നമ്മുടെ ആ മെമ്മറിയിൽ ഒരു വ്യക്തിയെക്കുറിച്ച്, നമ്മുടെ സ്നേഹിതനെക്കുറിച്ചോ നമ്മുടെ ഹല്ലേലൂയ സഹോദരനെക്കുറിച്ചോ നമ്മുടെ കൂടിയിരുന്ന് ആരാധിക്കുന്ന സഹോദരിയെക്കുറിച്ചോ ഒക്കെ ഒരു റിമാർക്ക് നമ്മുടെ മനസ്സിൽ പ്രൈസ് ദി ലോർഡ് കയറിക്കൂടിയാൽ ആ വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പക്ഷെ കർത്താവ് പറഞ്ഞ് സ്നേഹിക്കണമെന്നാ. പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നത് സ്നേഹിക്കണമെന്നാ. നമുക്ക് പറ്റത്തില്ലെങ്കിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന് പറ്റിയല്ലോ, അത് കർത്താവായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ വരട്ടെ. കർത്താവിൻ്റെ മനസ്സുള്ളവരാകണം നമ്മൾ. ആമേൻ. കർത്താവിൻ്റെ മനസ്സുള്ളവരാകണം നമ്മൾ. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ ആരെയൊക്കെ സ്നേഹിച്ചോ, ആരെയും വെറുത്തില്ല, ആരെയും തള്ളിക്കളഞ്ഞില്ല, ആരെയും ദുഷിച്ചില്ല.
കർത്താവ് ആഗ്രഹിച്ചത് പുരോഹിതന്മാരും പരീശന്മാരും ഹാല്യ സദൂക്യരും തന്നെ കൊല്ലാൻ വരുന്ന സകല ദുഷ്ടന്മാരും മാനസാന്തരപ്പെടണം, യേശുവിനെ അറിയണം. ഇവരൊക്കെ യേശുവിന്റെ കൃപയിലേക്ക് കടന്നു വരണമെന്നുള്ള ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ആ ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എത്ര ആഴത്തിലുള്ള സ്നേഹം! പ്രൈസ് ദി ലോർഡ്. യൂദാസ് ഒറ്റിക്കൊടുത്തു. ഒറ്റിക്കൊടുത്തിട്ട് പോയി കെട്ടി ഞാൻ ചത്തു. പ്രൈസ് ദി ലോർഡ്. അവന് രക്ഷപ്പെടാൻ സമയമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടാൻ സമയമുണ്ടായിരുന്നു. യേശു കർത്താവിനെ ക്രൂശിക്കാൻ വിധിച്ചെന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇവന് പോയി കെട്ടി ഞാൻ ചത്തു. പക്ഷേ പ്രൈസ് ദി ലോർഡ്, അവന് പ്രൈസ് ദി ലോർഡ് യേശുവിൻ്റെ പാതാര വിന്ദങ്ങളിൽ വന്ന, അപ്പാ ഞാൻ അങ്ങേ ഒറ്റിക്കൊടുത്തല്ലോ, എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് ആ യേശുവിൻ്റെ പാതാര വിന്ദങ്ങളിൽ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞിരുന്നെങ്കിൽ യേശു ക്ഷമിക്കുമായിരുന്നു. നിശ്ചയമായിട്ട് ക്ഷമിക്കുമായിരുന്നു. യേശു അവനെ വീണ്ടെടുത്തേനെ. പക്ഷെ അതിനുള്ള അവസരം യൂദാസിന് ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, നമ്മുടെ മനസ്സ് കർത്താവിൻ്റെ മനസ്സ് അറിയാൻ നമുക്കിടയാകണം. നമ്മുടെ മനസ്സ് നമുക്ക് കാണാനിടയാകണം. നമ്മെ ഒന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ആഴത്തിലിറങ്ങി ചിന്തിക്കാൻ നമുക്കിടയാകണം. യേശു നമ്മെ സ്നേഹിച്ചു. അപ്പോൾ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി തന്നു. അപ്പോൾ നമ്മളെ സ്നേഹിച്ച യേശു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകി തന്നു. നോക്കുക, ഹല്ലേലൂയ, കള്ളനായാലും കൊലപാതകിയായാലും ദുർനടപ്പുകാരനായാലും വ്യഭിചാരിയായാലും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഏതൊക്കെ തരത്തിലുള്ള പാപം ചെയ്യുന്നവനായാലും നികൃഷ്ടമായ പാപം ചെയ്യുന്നവനായാലും എത്രത്തോളം അധപ്പതിച്ചവനായാലും യേശു അവനെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്നേഹിക്കുക മാത്രമല്ല, യേശുവിൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ അവനെ സമ്പൂർണ്ണ മാനസാന്തരത്തോടും സമ്പൂർണമായ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതേ ഒരു വ്യതിയാനത്തോടെ അവൻ്റെ സ്വഭാവത്തെ വ്യതിയാനപ്പെടുത്തി, അവൻ്റെ ജീവിതത്തെ വ്യതിയാനപ്പെടുത്തി അവനെ രക്ഷിക്കാൻ യേശു തയ്യാറാണ്. അല്ലേ? അതുകൊണ്ടല്ലേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൊല്ലും കൊലയൊക്കെ നടത്തിയ അനേകർ ഇന്ന് സത്യസുവിശേഷം പറഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കുന്നു, രക്ഷിക്കപ്പെട്ട് അനേകരെ കർത്താവിന് വേണ്ടി നേടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒന്ന് ഓർത്തു നോക്കിയേ, ആ ദൈവസ്നേഹം എത്ര വലുതാ. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. യേശു നമ്മളെ സ്നേഹിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മെ സ്നേഹിച്ചവൻ. അപ്പോൾ നമ്മെ സ്നേഹിച്ച യേശുവിനെ നമ്മൾ യഥാർത്ഥമായി മനസ്സിലാക്കണം. ആ ഭാഗം ഹല്ലേലൂയ തുടർന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, കേട്ടോ, ഹല്ലേലൂയ, യേശു പറയാ, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവസ്നേഹം അതാണ്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ച്, ഹല്ലേലൂയ, നമ്മളൊക്കെ സെൽഫിഷാ അല്ലേ? നമ്മുടെയൊക്കെ, അതായത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും അല്ലേ? അങ്ങനെ ഒരു ചിന്തയല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഹല്ലേലൂയ, യേശു പറയുന്നത് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമുക്കുള്ളതൊക്കെ പങ്കിടാനും നമുക്കുള്ളതൊക്കെ അതേ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകുന്ന ആ സ്നേഹമുണ്ടല്ലോ, അതാണ് ദൈവസ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്നേഹത്തിൽ നമുക്ക് കഴിയാൻ പറ്റുന്നെങ്കിൽ അതൊരു ഭാഗ്യമാണ്, കേട്ടോ. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു ഭാഗ്യമാണ്. കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അതിൽ വസിച്ചാൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുമെന്നാണ് പറഞ്ഞത്. വായിച്ചു. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു.
പ്രൈസ് ലോർഡ്. അടുത്ത ഭാഗം പറയുക. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ സന്തോഷം പൂർണ്ണമാകാനാ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ, കേട്ടോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ, കേട്ടോ. അപ്പം നമ്മൾ പിണങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രമാണം വിശുദ്ധ ബൈബിളിൽ ഇല്ല. എങ്ങനെ പിണങ്ങിയിരിക്കുക എന്നുള്ളത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പല സഭകളിലും പലയിടങ്ങളിലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, തമ്മിൽ തമ്മിൽ പകയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വെച്ച്, പ്രൈസ് ദി ലോർഡ്, ജീവിക്കുന്ന അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ പോവും. ഇങ്ങനെ പകയും വിദ്വേഷവും ഒക്കെ വെച്ച് ഹല്ലേലൂയ പല സഭകളിലും എനിക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നെ അതേ ചീത്ത പറഞ്ഞു, അവൻ എന്നെ കളിയാക്കി. പ്രൈസ് ദി ലോർഡ്. ഞാൻ മരിച്ചാലും മറക്കുകയില്ലെന്നാണ് പറയുന്നത്. ഞാൻ മരിച്ചാലും മറക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ഇതെല്ലാം ക്ഷമിച്ചു. നമുക്ക് സ്നേഹിക്കാൻ എന്നാ പറ്റാത്ത? നമ്മൾ ചെയ്ത തെറ്റല്ലേ യേശു കർത്താവ് ക്ഷമിച്ചു? യേശുവിനോടാണോ നമ്മൾ തെറ്റ് ചെയ്തത്? ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ തെറ്റ് ചെയ്തു. ഹല്ലേലൂയ. അല്ലെങ്കിൽ സഭയോടോ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടോ, അല്ലെങ്കിൽ അപ്പനോടോ അമ്മയോടോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടോ, അല്ലെങ്കിൽ മാതാപിതാക്കളോടോ ഒക്കെ തെറ്റ് ചെയ്ത് കാണും. ഈ തെറ്റൊക്കെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ക്ഷമിക്കുകയും ഹല്ലേലൂയ അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹിച്ച് തമ്മിൽ തമ്മിൽ പൊരുത്തപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ദൈവസ്നേഹം. അതല്ല ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ക്ഷമിക്കാതെ സഹിക്കാതെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ സ്വർഗത്തിൽ പോവോ? നിത്യതയെ കാണുമോ? സ്വർഗീയ അവകാശിയായി തീരുമോ? ദൈവരാജ്യത്തിന് അംശയായി തീരാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ചിന്തിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കുറവുകൾ പ്രൈസ് ദി ലോർഡ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം പ്രിയരെ. നമ്മളെ ഒന്ന് കാണാം പ്രിയരെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഇത്രയും കാലം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയും കാലം വിശ്വാസിയായി പെന്തക്കോസ്തുകാരനായ ഒരു ദൈവ പൈതലായി ജീവിച്ചിട്ട് കർത്താവ് വരുമ്പോൾ എടുക്കപ്പെട്ടില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ അവസ്ഥ എന്തായിരിക്കും? അതിന്റെ കാരണം ഒരു പക്ഷേ നിന്റെ സഹോദരനെയോ നിന്റെ സഹോദരിയോ സ്നേഹിക്കാത്തതായിരിക്കും എടുക്കപ്പെടാതിരിക്കാൻ കാരണം. ഹല്ലേലൂയ. നിത്യതയെ ബാധിക്കുന്ന ഹല്ലേലൂയ ചില തെറ്റുകൾ, കുറവുകൾ, ബലഹീനതകളൊക്കെ നമ്മെ ചുറ്റിപ്പറ്റി ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ രൂപാന്തരത്തിന് തടസ്സമായി ഈ ശരീരം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ കർത്താവ് സ്വർഗോന്നതങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവിൽ മരിച്ചവര് അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടാൻ ഹല്ലേലൂയ തടസ്സമായി നിന്റെ സഹോദരനെയോ നിന്റെ സഹോദരിയോ നിന്റെ പ്രിയപ്പെട്ടവരെയോ സ്നേഹിക്കാത്തത് മുഖാന്തരം രൂപാന്തരപ്പെടാൻ അതൊരു തടസ്സമായിരുന്നാൽ ഇത്രയും കാലം നീ വിശ്വാസിയായിരുന്നു കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മക്കളെ ചിന്തിക്കണേ. നിത്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന, സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ഹല്ലേലൂയ നിത്യതയെ പോകണമെന്ന വാതോരാതെ പറയുന്ന നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കുറവുകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഹല്ലേലൂയ പോകാൻ തയ്യാറാകത്തക്കവണ്ണം ഹല്ലേലൂയ നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം, നമ്മൾ സഹിക്കുന്നവരായിരിക്കണം, നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും തരത്തിലുള്ള ഹല്ലേലൂയ കുറവുകൾ ജീവിതത്തിലുണ്ടെങ്കിൽ ക്ഷമിക്കാൻ. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി ആ ചെയ്ത തെറ്റ് എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. ഹല്ലേലൂയ. അത് എന്നിൽ നിന്ന് മറന്നു കളയാൻ എന്നെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
എൻ്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവർ എനിക്കെതിരായി ചെയ്ത പല ക്രിയകൾ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അത് മറന്നു കളയാൻ എന്നെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അത് യേശു നിമിത്തം അങ്ങ് മറക്ക. ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം മറക്ക. കർത്താവായ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ ആ പാപത്തെ, ആ കുറവിനെ അങ്ങ് മറന്നുകളാ. ഹല്ലേലൂയ. എന്നിട്ട് നിത്യതയ്ക്ക് അംശയായി തീര്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് പോകും. ജീവനോടെ ശേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ ചെറിയ ചെറിയ ന്യൂനതകൾ പോലും ഒരു പക്ഷേ ഹല്ലേലൂയ രൂപാന്തരത്തിന്, ഹല്ലേലൂയ നമ്മുടെ ഈ ദ്രവത്വമായ ശരീരം അദ്രവത്വമായി തീരാൻ, ഈ മർത്യമായ ശരീരം അമർത്യമായി തീരാൻ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ നിസാരമായി നമ്മൾ നിസാരമെന്ന് കരുതുന്നത്, അതായത് ബൈബിളിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് തിരുമേശയ്ക്ക് വായിക്കുന്ന കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗത്ത്, അതിന്റെ അവസാന ഭാഗത്ത്, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അപ്പോൾ നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുന്നില്ലെങ്കിൽ, നമ്മുടെ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ആ കാഹളനാദം കേൾക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. രൂപാന്തരം എന്ന ആ ക്രിയേഷൻ നമ്മുടെ ജീവിതത്തിൽ നടന്നെന്നും വരില്ല. അത് തീരാ ദുഃഖത്തിനും തീരാ വേദനയ്ക്കും ഒരു കാരണമായി തീരാതിരിക്കാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ സഹോദരന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് വഴിയിൽ വെച്ച് തോന്നിയാൽ നീ പോയി നിന്റെ യാഗം അവിടെ വെച്ചിട്ട്, നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് സഹോദരനോട് പോയി, അപ്പം നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന്, നിനക്കല്ല, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് ഹല്ലേലൂയ നിനക്കൊരു അറിവ് കിട്ടിയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, നിന്റെ വഴിപാട്, നീ ആരാധിക്കാൻ വന്നതാ, നീ സ്തോത്രം പറയാൻ വന്നതാ, സ്തുതിക്കാൻ വന്നതാ, അപ്പോൾ നിന്റെ വഴിപാട് എവിടെ വെക്കണം? ആ വരുന്ന വഴി വെച്ചിട്ട് നീ പോയി സഹോദരനോട് നിരക്കാനാ പറഞ്ഞത്. എന്നിട്ട് വന്ന് നിന്റെ യാഗം കഴിക്കുക. ആ യാഗം കർത്താവ് അംഗീകരിക്കും. ആ യാഗത്തിൽ ദൈവപ്രസാദം ഉണ്ടാകും, ദൈവിക വിടുതലുണ്ടാകും. അതുപോലെ ഹല്ലേലൂയ രൂപാന്തരം പ്രാപിക്കാനായി ആഗ്രഹിക്കുന്ന ദൈവ പൈതലേ, ദൈവജനമേ, ഹല്ലേലൂയ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കുറവുകൾ, ബലഹീനതകൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അതൊക്കെ രൂപാന്തരത്തിന് തടസ്സമാകാം. നിത്യജീവനെ അത് ബാധിക്കാം. സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമാകാം. കർത്താവ് ക്ഷമിക്കുന്നവനാ, പക്ഷേ നമ്മൾ ക്ഷമിക്കാതെ കർത്താവ് ക്ഷമിക്കുകയില്ല. കർത്താവ് സ്നേഹിക്കുന്നവനാ, നമ്മൾ സ്നേഹിക്കാതെ കർത്താവിനെ പോലെ ആ സ്നേഹം പകരപ്പെടാൻ ഇടയാകുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിക്കുകയും കർത്താവിനെ പോലെ സ്നേഹിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റില്ലാത്ത, കുറവില്ലാത്ത പ്രൈസ് ദി ലോർഡ് ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിന് നമ്മൾ മുഖാന്തരമായി തീരണമെങ്കിൽ യേശുവെ പോലെ ആകണം. പ്രൈസ് ദി ലോർഡ്. യേശു ക്ഷമിച്ചതുപോലെ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇത് വ്യക്തിപരമല്ല ഈ ആലോചന. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയോടാ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിത്യതയിൽ പോകണം, അല്ലേ? ഹല്ലേലൂയ. ഞാനിവിടെ വന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അതെ 2, 3, 4 വർഷം കർത്താവിൻ്റെ വേല ചെയ്തിട്ട്, പ്രൈസ് ദി ലോർഡ്, സുവിശേഷം പ്രസംഗിച്ചിട്ട്, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, അതെ എൻ്റെ കടമ അല്ലെങ്കിൽ ഞാൻ നിറവേറ്റിയെന്ന് പറയാനല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കടന്നു വന്ന എല്ലാവരും കർത്താവിൻ്റെ സന്നിധി കാണണം. കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ വരുമ്പോൾ നമ്മളെല്ലാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് പോകണം. അതാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ വാഞ്ഛ. അതിനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, ആ നല്ല രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മെ ഒന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമോ? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്.
കുറവുകളെ ഒക്കെ ഒന്ന് ദൈവകരങ്ങൾ ഏൽപ്പിച്ച്, ഇനി കർത്താവെ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിൽ ഹല്ലേലൂയ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ, മനുഷ്യനായി പിറന്ന സകല മക്കളെ ഒരുപോലെ സ്നേഹിക്കാൻ നമുക്ക് പിശാചിനെ സ്നേഹിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. പിശാചിനെ സ്നേഹിക്കേണ്ട. പിശാചാണ് നമ്മുടെ ശത്രു. പിശാചാണ് നമ്മുടെ ശത്രു. അല്ലാതെ മനുഷ്യരായിട്ട് ജനിച്ച ഒരു മനുഷ്യരും നമ്മുടെ ശത്രു അല്ല. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനും ശത്രു അല്ല. അതിൻ്റെ കാരണം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഈ പിശാചെന്ന് പറയുന്ന ആ ദുഷ്ടശക്തി, പ്രൈസ് ദി ലോർഡ്, മനുഷ്യ മനസ്സുകളിൽ കയറി പല കാര്യങ്ങൾ നമുക്കെതിരായിട്ടും നമ്മുടെ സഹോദരങ്ങൾക്കെതിരായിട്ടും ഒക്കെ ഹല്ലേലൂയ പല വ്യക്തികളിൽ കയറി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ ആ വ്യക്തിയെ ദ്വേഷിക്കാൻ, ആ വ്യക്തിയോട് പിണങ്ങിയിരിക്കാൻ, അല്ലെങ്കിൽ ആ വ്യക്തികളെ വെറുക്കാൻ ഹല്ലേലൂയ നമ്മുടെ മനസ്സിൽ ഒരു പ്രവണതയുണ്ടാകും. ആ പ്രവണത വളർത്താനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യ മക്കളായ സകല മനുഷ്യരെയും അവൻ പാപം ചെയ്തത്, അല്ലെങ്കിൽ അവൻ തെറ്റിയത്, അവൻ നിന്നെ ചീത്ത പറഞ്ഞത്, അവൻ നിന്നെ ദൂഷിച്ചത്, അവൻ നിന്നെ പഴിച്ചത്, അവൻ നിന്നെ കളിയാക്കിയത്, അവൻ്റെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അതെ, അവനെ ഭരിക്കുന്ന ആ ദുഷ്ടശക്തിയുടെ വ്യാപാരം കൊണ്ടാണ്. അവനൊരു മനുഷ്യനാണ്, അവനൊരു ഹല്ലേലൂയ നല്ല മനുഷ്യനാണ്. പക്ഷെങ്കിൽ അവനെ നീ യഥാർത്ഥമായി ഒന്ന് സ്നേഹിക്കാൻ നോക്ക്, യഥാർത്ഥമായി അവനെ ഒന്ന് ഹല്ലേലൂയ കരുതാൻ നോക്ക്, അവൻ്റെ കുറവുകളെ ക്ഷമിച്ച് അവനെ ഒന്ന് ചേർത്ത് നിർത്താൻ നോക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ മാനസാന്തരപ്പെട്ട് നിന്റെ പാതയിൽ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതാണ് ദൈവസ്നേഹത്തിൻ്റെ പരിണിത ഫലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഭാഗം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, കുറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇത് ദിവ്യമായ സ്നേഹമാകട്ടോ. ഹല്ലേലൂയ. ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ദിവ്യമായതാ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാകട്ടെ, അത് വർദ്ധിച്ചു വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അത് ഹല്ലേലൂയ ഒതുങ്ങി എവിടെയെങ്കിലും ഹല്ലേലൂയ ഒതുക്കി വെക്കാനുള്ളതല്ല. നമ്മുടെ കുടുംബത്തിൽ മക്കൾക്കും ഭർത്താവിനും ഭാര്യയ്ക്കും ഹല്ലേലൂയ പ്രിയപ്പെട്ടവർക്കും മാത്രം കൊടുക്കാനുള്ളതല്ല ഈ ദൈവസ്നേഹം. ആമേൻ. ഹല്ലേലൂയ. ഇത് പകരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹം പകരപ്പെടണം. ദൈവസഭയിൽ വന്നാലും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്നേഹം പകരപ്പെടണം. കൈ കൊടുക്കണം, സ്നേഹിക്കണം, തമ്മിൽ ഹല്ലേലൂയ പകை വിദ്വേഷം ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ യഥാർത്ഥമായി സ്നേഹിക്കണം. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥ കാലത്ത് അവൻ സഹോദരനായി തീരുന്നു. അതാണ് ദൈവസ്നേഹം. ആ സ്നേഹത്തിൽ വസിച്ച് മുന്നേറാൻ നമുക്കിടയായിത്തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിച്ചൊരു കർത്താവുണ്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സഹോദരങ്ങൾ അതുപോലെ ഹല്ലേലൂയ നമ്മളെ ഉപദ്രവിക്കുകയും സ്നേഹിക്കുക, അതേ വളരെയധികം ദ്വേഷിക്കുകയും പഴിക്കുകയും ദൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അവളിൽ പ്രവർത്തിച്ചത് ഒരു ദുഷ്ട ആത്മാവാ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അവരെ സ്നേഹിക്കാൻ നാം തയ്യാറാകുക, അവരോട് ക്ഷമിക്കാൻ നാം തയ്യാറാകുക. അവരെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവരെ കൂടെ നിത്യതയ്ക്ക് അംശയാക്കാൻ, അവരെ കൂടെ സ്വർഗരാജ്യത്തിന് വേണ്ടി നേടാൻ ഹല്ലേലൂയ നമ്മൾ ക്ഷമിക്കുന്നത് കൊണ്ടും നമ്മൾ സഹിക്കുന്നത് കൊണ്ടും നമ്മൾ ഹല്ലേലൂയ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടും ഒരു പക്ഷേ സാധ്യമായെന്ന് വരാം. അത് നിമിത്തം ഹല്ലേലൂയ പ്രതിഫലം വാങ്ങുന്നത് നാമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ സഹോദരൻ നമുക്ക് വേണ്ടി എതിരായിട്ട് അതേ ഒത്തിരി വേദനിപ്പിച്ചെങ്കിൽ അവരെ നേടി കർത്താവിൻ്റെ സന്നിധിയിൽ അവരെ കൂടെ കൊണ്ട് കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ സ്വർഗം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വിലയേറിയ മുത്തുകൾ നമ്മുടെ കിരീടത്തിൽ പതിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കിരീടത്തിൽ വിലയേറിയ മുത്തുകൾ പതിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ നന്മ പ്രവർത്തികളും നമ്മൾ ക്ഷമിക്കും തോറും, നമ്മൾ സഹിക്കും തോറും നമ്മുടെ ഹല്ലേലൂയ തലയിൽ ഇരിക്കാൻ പോകുന്ന അതേ കിരീടത്തിന്മേൽ വിലയേറിയ മുത്തുകൾ പതിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഓരോരുത്തരും ഹല്ലേലൂയ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഹല്ലേലൂയ വിശുദ്ധ ബൈബിളിൽ ഹല്ലേലൂയ അതേ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നും എന്നേക്കും ശോഭിക്കുമെന്ന്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശോഭിക്കണോ? അതോ കരിന്തിരി എരിഞ്ഞാൽ മതിയോ? പുകഞ്ഞ് കരിഞ്ഞ് ഒരു ചെറിയ മിന്നാമിനിങ് പോലെ കത്തിയാൽ മതിയോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധി ശോഭിക്കണം, വിളങ്ങണം. ഹല്ലേലൂയ. ഷൈൻ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മൾ ചിന്തിക്കും ഇച്ചിരി ക്ഷമിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ അതെ ഇച്ചിരി താണു കൊടുക്കുന്നത് കൊണ്ട്, ഇച്ചിരി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത് കൊണ്ട് നമ്മുടെ ഏതാണ്ട് നഷ്ടപ്പെടുമെന്ന്. ഇല്ല, ഇവിടെ ഹല്ലേലൂയ ചിലപ്പോൾ നമുക്ക് മാനം നഷ്ടമാകാം. ഇവിടെ നമുക്ക് ചിലപ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരാൽ ഹല്ലേലൂയ കളിയാക്കപ്പെടാം. മറ്റുള്ളവർ അത് നിനക്ക് തൻ്റെ ഇടമില്ലാത്തതുകൊണ്ടാ, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ദൂഷിച്ചെന്ന് വരാം. പക്ഷേ ഹല്ലേലൂയ ഇവിടെ സഹിച്ചാൽ അവിടെ നമ്മൾ നേടുക ചെയ്യുന്നത്. അവിടെ നമ്മുടെ കിരീടത്തിൽ ഓരോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തങ്കപ്പതക്കം ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കിരീടത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മൾ പ്രാപിച്ചുകൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ വിവിധങ്ങളാകുന്ന വിലയേറിയ കല്ലുകളും രത്നങ്ങളും ഹല്ലേലൂയ നമ്മുടെ കിരീടത്തിൽ നമ്മൾ നേടിയെടുത്തുകൊണ്ടായിരിക്കുന്നത്. ഇവിടെ ഹല്ലേലൂയ ചിലതൊക്കെ സഹിക്കാൻ തയ്യാറാകണം, ക്ഷമിക്കാൻ തയ്യാറാകണം, അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ നാളുകൾ ഹല്ലേലൂയ ഇനിയും അധികം കാലമില്ല, ഇനി അധികം നാളില്ല നമ്മുടെ രൂപാന്തരത്തിന്, അധികം നാളില്ല നമ്മുടെ വീണ്ടെടുപ്പിന്, നമ്മുടെ കർത്താവിൻ്റെ വരവിന് അധികം നാളില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും ഇതധികമധികമായി ചെയ്യണം. എന്ത്? ദൈവസ്നേഹത്തിൽ വസിക്കണം, ദൈവസ്നേഹത്തിൽ നിറയണം, ദൈവകൃപയിൽ ആശ്രയിക്കണം, തമ്മിൽ തമ്മിൽ ക്ഷമിച്ചും സഹിച്ചും പൊരുത്തപ്പെട്ടും മുന്നേറണം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അവരെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദൈവസന്നിധിയിൽ